ഹായ് ഹലോ പ്രിയരെ നമസ്കാരം. ഞാൻ ശ്രീജിത്ത് തിരുവഴിയൂർ. അപ്പം ഇന്നത്തെ യാത്ര നമ്മൾ മണ്ണാർക്കാട് ഭാഗത്തേക്കാണ്. അവിടെ ഒരു പഴയൊരു തറവാടുണ്ട്. മൂപ്പിൽ നായർ താമസിച്ചിരുന്ന ഒരു പഴയൊരു തറവാട്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം ഉണ്ട്. അതുപോലെ ആ തറവാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, കുറച്ച് ദൃശ്യങ്ങളും വീഡിയോസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനങ്ങനെ മണ്ണാർക്കാട് എത്തി. അപ്പോൾ ഈ കാണുന്നൊരു കാവ് അല്ലെങ്കിൽ ഒരു ക്ഷേത്രം മണ്ണാർക്കാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പൂരം നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ ഒരു വഴി പോകുന്നുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ കാണുന്നൊരു അതിമനോഹരമായിട്ടുള്ളൊരു കൊട്ടാരം അല്ലെങ്കിൽ തറവാട്, അതായത് മൂപ്പിൽ നായർ താമസിച്ചിരുന്നൊരു തറവാട്, അതിമനോഹരമായിട്ടുള്ളൊരു തറവാടായിരുന്നു. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു കൊട്ടാരം അല്ലെങ്കിൽ ഒരു തറവാട് ഞാൻ കാണുന്നത്. ഏകദേശം ഒരു 200 വർഷം അല്ലെങ്കിൽ 250 വർഷം പഴക്കം ചെന്നിട്ടുള്ളൊരു തറവാട് കൂടിയാണ് ഈ മൂപ്പിൽ നായർ തറവാട്. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ളൊരു തറവാട് കൂടിയാണിത്. ഈ തറവാടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 50-ൽ പരം കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കാൻ കഴിയുന്നൊരു തറവാട് കൂടിയാണിത്. 40 അതിൽ കൂടുതലോ റൂമുകളുള്ള ഒരു തറവാട്. ഇത് മറ്റൊരു സവിശേഷത കൂടിയാണ്. നമുക്കറിയാവുന്നത് 4 കെട്ട് 8 കെട്ട്. ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് 16 കെട്ടിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 4 നടുമുറ്റങ്ങളോട് കൂടിയിട്ടാണ് ഈ ഒരു തറവാട് നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തറവാട് കൂടിയാണ് ഈ ഒരു മൂപ്പിൽ നായർ തറവാട്. ഇത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് കൂടിയാണ്. ഒരുപാട് സിനിമകളും അതുപോലെ ആൽബങ്ങളും ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ലൊക്കേഷൻ കൂടിയാണിത്. മമ്മൂട്ടി നായകനായി അഭിനയിച്ച തനിയാവർത്തനം എന്ന് പറയുന്നൊരു സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു മൂപ്പിൽ നായർ തറവാട്ടിൽ കൂടിയാണ്. മണ്ണാർക്കാട് പൂരത്തിന് കഞ്ഞിപ്പാർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് ഈ ഒരു തറവാട്ടിൽ നിന്നാണ്. ചരിത്രപ്രസിദ്ധമായ ഈ ഒരു മൂപ്പിൽ നായർ തറവാട് സംരക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പം അങ്ങനെ മൂപ്പിൽ നായർ തറവാടിനെ കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.